നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സാർ, ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കയറി വന്നത്. ആ CK ചന്ദ്രബോസ് ഗുണ്ടകളെ വെച്ച് പ്രണവിനെ പിടിച്ചുകൊണ്ട് പോയി കസ്റ്റഡിയിൽ വെച്ചിരിക്കുക. മിസ്റ്റർ ഗൗതം, മഹേഷ് സാറിനോടെന്തോ പരാതി പറയുന്നത് കേട്ടല്ലോ. നിന്റെ അനിയനെ ഗുണ്ടകളെ വെച്ച് ഞാൻ കിഡ്നാപ്പ് ചെയ്തെന്നോ? എവിടെയാണോ പ്രണവ്? മര്യാദ കണ്ട അനിയനെ വിട്ടുവെന്നാണോ? ഗൗതം, എന്താ ഇത് ഇഷ്യൂ? എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയേ. സാർ, ഇയാൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? അത് പുള്ളിയുടെ ഒരു പുതിയ പ്രോജക്റ്റിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ഗസ്റ്റായിട്ട് ക്ഷണിക്കാൻ വന്നതാ. ഗൗതമിന്റെ പ്രശ്നം എന്താണെന്ന് പറയൂ. സാർ, ഇയാളുടെ ആൾക്കാർ എന്റെ അനിയൻ പ്രണവിനെ പിടിച്ചുകൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ച് ഇയാളുടെ ചില ഡോക്യുമെന്റ്സ് വേണമെന്നും പറഞ്ഞിട്ട് വില വെച്ചിക്കൊണ്ടിരിക്കുക. എന്താ CKC ഇത്? വെറുതെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് പ്രണവിനെ റിലീസ് ചെയ്യാൻ ഏർപ്പാട് ഉണ്ടാക്കണം. സർ, ഈ ഗൗതം പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല. ഇത് വളരെ മോശമാണ് CKC. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനിടയിലേക്ക് പ്രണവിനെ വലിച്ചിടരുത്. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്. എന്നിട്ടാണോ നിങ്ങളുടെ ആളാണെന്നും എന്റെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ ഡോക്യുമെന്റ്സ് തിരികെ തന്നാൽ മാത്രമേ പ്രണവിനെ വിടൂവെന്നും ഭീഷണിപ്പെടുത്തിയത്? ഡോക്യുമെന്റ്സ് തിരികെ കൊടുത്തില്ലെങ്കിൽ കൊന്നുകളയെന്നോ അവന്മാര് പറയുന്നത്? സർ, ഇയാൾ കള്ളം പറയുക. CKC വേണ്ട. എനിക്ക് ഇത്ര ഇടപാടുകൾക്ക് കൂട്ടു നിൽക്കാനാവില്ല. നടപടി എടുക്കും ഞാൻ. സർ, സത്യമാണ് ഞാൻ പറയുന്നത്. പ്രണവിന്റെ കാര്യത്തിൽ എനിക്കൊന്നും അറിയില്ല. ദേ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. പ്രണവിനെ പിടിച്ചുകൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ചിട്ട് ബാർഗെയിൻ ചെയ്താൽ നിങ്ങൾ ആ ഡോക്യുമെന്റ്സ് തിരികെ തരുമല്ലേ? എന്ത് വേണമെങ്കിലും തിരികെ തന്നേക്കാം. പ്രണവിന് ഒരു പോറല് പോലും ഏൽക്കാതെ ഞങ്ങൾക്ക് തിരികെ വേണം. ഞാൻ എന്തൊരു മണ്ടനാ. ഈ ബുദ്ധി എനിക്ക് നേരത്തെ തോന്നിയിരുന്നുവെങ്കിൽ. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പൊ ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കണ്ടായിരുന്നു. സത്യമായിട്ട് ഞാൻ അവനെ തട്ടിക്കൊണ്ടു വന്നേനെ. എനിക്കൊരു ചാൻസാ. ഇപ്പൊ കൊണ്ടുപോയവരുടെ കയ്യിൽ നിന്നും പ്രണവ് ജീവനോടെ രക്ഷപ്പെട്ടു വരികയാണെങ്കിൽ ഞാൻ അവനെ തട്ടിക്കൊണ്ടു വന്നോളാം. അപ്പോൾ ആ ഡോക്യുമെന്റ്സുമായിട്ട് വന്നാ ഞാൻ അവനെ വിട്ടുതരാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സർ, ഇപ്പൊ ഞാൻ പോയിക്കോട്ടെ? സർ, ഇയാളെ വിടരുത്. ഇയാൾ തന്നെയാണ് പ്രണവിനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഗൗതം, അയാളെ വിട്ടേക്ക്. അയാൾ പോട്ടെ. ഇരിക്കും ഗൗതം. നോക്ക് ഗൗതം, ഈ വിഷയത്തിൽ CKCക്ക് എന്തെങ്കിലും കൈയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് വേറെ ആരെയും സംശയമുണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാ? ഗൗതം, എന്താ ഇത്? അവന്മാര് പറയുന്നു CKCയുടെ ആളാണെന്ന്. CKC ആണെങ്കിൽ ഒന്നും അറിയില്ലെന്നും പറയുന്നു. ഇതെന്താ ഇങ്ങനെ? ഇതിൽ വേറെന്തോ കളിയുണ്ടെന്ന് എന്റെ സംശയം. എന്താ സർ? നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കെ. എന്തായാലും നിങ്ങൾ അവരുമായി ഡീല് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ മറ്റൊരു വഴിക്ക് രഹസ്യമായ ഒരു അന്വേഷണം നടത്താം. നിങ്ങൾ അവന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ അപ്പം എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം. ശരി സർ. വാ ഗൗതം, നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള വഴി നോക്കാം. ശരി സർ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി.